സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമ്മണി ഒന്നങ്ങോട്ട് വരണം. എനിക്ക് അവിടെ ഒരു കൂട്ടില്ല. വിശ്വനാഥ സാറല്ലേ? ആ ആ വക്കീൽമാരുടെ ഭാര്യമാരായാൽ ഇതാ സ്ഥിതി. പകല് മുഴുവൻ കോടതിയിൽ, വൈകിട്ട് വന്നാൽ കക്ഷികളും കടലാസ് നോക്കലും. അമ്മണി, ആ ഊണെടുത്ത് വയ്ക്കും. ചേച്ചി ഇരിക്കൂ. Hey Vishwam, you had done an excellent job that day in court. Indian Express report വായിച്ചില്ലേ? വായിച്ചു. It is all because of my lordship. ഞാൻ വിട്ടു. മിസ്സസ് മാത്യു, ബാങ്കോക്കിലെ ലൈവ് ഷോസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തോന്ന് ലൈവ് ഷോ? ഈ തുണിയില്ലാത്ത കളി എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്? മിസ്സസ് വിശ്വനാഥനോ? ശോശാമേ, നിന്റെ നാളത്തെ ഡിന്നറിന് എന്താണ് പുഡിംഗ്? ട്രിഫോളിയ റോബസ്റ്റ. അതെന്ത് കൊണ്ടാണ്? ബനാന. മനസ്സിലായില്ല. You see that long fruit like a plantain. Oh, what you call it in Malayalam? ഏത്തക്ക. Yes, yes, ഏത്തക്ക. ഇത് ബ്ലൂ ജാഗർ ആണോ? എനിക്കറിഞ്ഞൂടാ. Hey, this is not blue jagger. നിങ്ങൾ ഹണിമൂണിന് സ്വിറ്റ്സർലാൻഡിൽ പോവാണോ? ഞങ്ങൾ കൊള്ളാം. വിശ്വനാഥൻ എന്തോന്ന് ഹണിമൂണ്? അതൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? സുഖമാണോ? അതെ. ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എങ്ങനെ കണ്ടുമുട്ടുമെന്നാ ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചത്? പ്രമീള എവിടെ? അങ്ങോട്ട് പോകുന്നുണ്ട്. എത്തിരി എവിടെ നിൽക്കുന്നേ? അവിടെ ഇരുന്ന് മടുത്തു. അവരോട് സംസാരിച്ചിരുന്നൂടെ? അവരോട് സംസാരിക്കാൻ എനിക്കറിഞ്ഞൂടാ. അറിയണം. സാറേ, എന്താ ഇത്? ഇന്ന് ക്ലബിൽ പ്രമീളയും വന്നിരുന്നു. ആര്? മിസ്സസ് വിശ്വനാഥൻ. അതെയോ? ആ പാവത്തിനെ സൊസൈറ്റി ലേഡികളെല്ലാം കൂടെ കുത്തിപ്പറിച്ച് കാണുമല്ലോ. എന്തോ ഒഴിഞ്ഞുമാറി നിൽക്കുന്ന കണ്ടു. സാറിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ വെച്ച് തന്നെ വഴക്കുറയുന്ന കേട്ടു. ഇനി സാറെന്തിനാ അതൊക്കെ കേൾക്കാൻ പോയത്? എപ്പോ നോക്കിയാലും അവരുടെ മുഖത്തൊരു ദുഃഖഭാവമാണ്. എനിക്കെന്തോ അവരോട് സഹതാപം തോന്നുന്നു. ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട്. അമ്മണി, നീ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകണം. സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് അവർക്കൊരു ആശ്വാസമായിരിക്കുമല്ലോ. അമ്മണിയോ? ഹായ് ചേച്ചി, വരൂ. താട് പിടിച്ച് കിടക്കായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. വരൂ. പിള്ളച്ചേട്ടാ, ഇതോടൊക്കെ ഒന്ന് വൃത്തിയാക്കിച്ചേക്കണം കേട്ടോ. വരൂ. ചേച്ചി, ഈ ടേബിളെല്ലാം അപ്പുറത്തല്ലായിരുന്നു? ആ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി. ഇനി വിശ്വനാഥ സാറിനെ കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാ മതി. ചേച്ചി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ബാലേട്ടന് ഇതുപോലായിരുന്നു.
ഞാൻ വിട്ടില്ല. സ്നേഹത്തിന്റെ ഒരു അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ബാലേട്ടനെ മാറ്റിയെടുത്തു. അതല്ലേ ചേച്ചി ജീവിതം. കുഞ്ഞു കൊറേ കഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാൻ. നന്നായിട്ടില്ലേ? പിന്നെ നമുക്ക് ഈ പോർട്ടിക്കോയും ബാക്ക്യാർഡും മറ്റും ഒന്ന് വൈറ്റ് വാഷ് കൂടി ചെയ്താൽ. പ്രമീളെ, പ്രമീളെ, കബ്ബിപ്പോണ്ടേ, വേഗം ഡ്രസ് ചെയ്യൂ. എന്താ ഞാൻ വരണോ? വരാനല്ലേ ഡ്രസ് ചെയ്യാൻ പറഞ്ഞത്? ദയവായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനോ പെരുമാറാനോ. വീട്ടുജോലിക്കല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇരിക്കാനുമല്ല. എന്റെ സൊസൈറ്റിയിൽ പ്രമീളെ ആരുമല്ല. നീ മിസ്സിസ് വിശ്വനാഥനാണ്. മനസ്സിലായോ? 2 മിനിറ്റ്, ഉടനെ ഡ്രസ് ചെയ്തോണ്ട് വരാം. ആവശ്യമില്ല. താൻ വീട്ടിലേക്ക് പോയിക്കോ. എന്താ പുള്ളിക്കാരനെ കണ്ടില്ലല്ലോ. ഹലോ സർ. ഹായ് വിശ്വം, എന്താ മിസ്സസ് വന്നില്ലേ? അവർക്ക് നല്ല സുഖമില്ല. വിശ്വം അവിടെ ഗെയിം ഗുഡ് ഈവനിങ് സർ. ഹലോ ഡോക്ടർ. ഹലോ. സാറും തനിച്ചേ ഉള്ളൂ. മിസ്സസ് വന്നില്ലേ? മിസ്സിസ് കൊണ്ടുവന്നില്ല. ബാലേന്ദ്രൻ, ഐ തിങ്ക് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഈ വിവാഹം വേണ്ടിയിരുന്നില്ല.